ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ ആയി ഞാൻ വ്ളോഗ് ഇട്ടിട്ട് എടുക്കണം വിചാരിക്കും, എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ ഞാൻ എൻഡ് ചെയ്യില്ല വെച്ചാൽ പിന്നെ ഞാനങ്ങ് മറന്നു പോകും. ഓരോ പരിപാടിയിലായി, പുറത്തിറങ്ങി ഓരോ പരിപാടിയിലായി, പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് പോയി, പിന്നെ വ്ളോഗ് എടുക്കാൻ മറന്നു, പിന്നെ എൻഡ് ചെയ്യാൻ മറന്നു, പിന്നെ അത് കൊളാവും. അപ്പം ഞാനത് ഡിലീറ്റ് ആക്കി. അതാണ് ഉണ്ടാവല്. പിന്നെ കുറച്ച് മടിയും. അപ്പം ഇനി ഞാൻ റെഗുലറായിട്ട് വ്ളോഗ് ഇടാൻ നോക്കാം. എപ്പോഴും പറയുന്നതാണ്, പക്ഷെ നടക്കലില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഇപ്പം ഞാനും അമ്മനും പുറത്തേക്ക് ഇറങ്ങിയതാണ്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ ഞാൻ ഓനെയും കൂടി വിളിച്ചതാണ്. അപ്പോൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളമ്മാളിൽ പോവുകയാണ്. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങും. കുറച്ച് സാധനങ്ങൾ വെച്ചാൽ ലിപ്സ്റ്റിക്ക് വാങ്ങാനുണ്ട്, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സംഭവങ്ങൾ വാങ്ങാനുണ്ട്. സോ അപ്പം അതാണ് കഥ. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നലെ പോകാൻ വിചാരിച്ചപ്പോൾ നടന്നില്ല, ഭയങ്കര മഴ. അപ്പോൾ പിന്നെ ഇന്ന് പോകാൻ വിചാരിച്ചു. അങ്ങനെ ഇപ്പം സമയം എത്രയായി? 1 മണിയായി. ഫുഡ് കഴിക്കാനുള്ള സമയം. ഞങ്ങൾ എഴുന്നേറ്റ് ചായ കുടിച്ച് നേരെ ഇറങ്ങിയതാണ്. സോ ഇനിയിപ്പോൾ അവിടെ കേട്ട് കാണിക്കാം. ഭയങ്കര ബ്ലോഗ്. അമൻസിജു ലുക്കായിട്ട് എങ്ങോട്ട് ഇറങ്ങിയതാ? എൻ്റെ കേസിൻ്റെ കയ്യിലൊക്കെ പരിക്കാം. തലയില് പിന്നെ അവൻ ജനിച്ചപ്പോഴില്ല. ഒരു ബ്ലോക്കാ. കുറേ റൗണ്ട് തിരിഞ്ഞ് മറന്നു നമ്മളിവിടെ എത്തി. ഈ അമ്മൻ കാരണം കുറേ ചുറ്റി തിരിഞ്ഞു കേസ് ഞങ്ങൾ. എന്നിട്ടിപ്പം ബസ് സൈഡ് എത്തി. എൻ്റെ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ഇവിടെ ഉണ്ട്. പോയി എടുത്തിട്ട് ബില്ല് ചെയ്യാം. ലിപ്സ്റ്റിക്ക് കിട്ടി, നമ്മളെ ഷെയ്ഡ് കിട്ടി. ഇതില്ലെങ്കിൽ സീൻ. അത് ഞാൻ കുറേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ലിപ്സ്റ്റിക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം. അപ്പം ഗൈസ്, നമുക്ക് ലിപ്സ്റ്റിക്ക് കിട്ടി. പോയി വാങ്ങി അവിടെ. അപ്പം ഗൈസ്, ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവന് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം പറഞ്ഞിട്ട് വാഷിങ് പോയതാണ്. ഇനി നമുക്ക് വെസ്റ്റ് സൈഡിൽ നിന്ന് കിട്ടി. നമുക്ക് നെക്സ്റ്റ് സാധനങ്ങൾ വാങ്ങണം. കുറച്ച് സാധനങ്ങൾ അഞ്ചാറ് ചില്ലറാണ്. അപ്പം നമുക്ക് കാണിച്ചു തരാം. ഇന്ന് ശ്രീഷ്മ സാധാരണ വെസ്റ്റ് സൈഡിൽ ഉണ്ടാവില്ല. ഓളോട് ഞാൻ ചോദിച്ച ഷെയ്ഡ് ഉണ്ടോ വന്നിട്ടുണ്ടോ. പക്ഷേ ഷെയ്ഡ് ഉണ്ട്, പക്ഷെ ഓക്ക് ഓഫായതുകൊണ്ട് നീയാണ് ഇന്ന് വന്നേ പറ്റുകയുള്ളൂ. കാരണം ഇന്നൊരു കല്യാണം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനെ. അപ്പം ആ പരിപാടിക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ ഷെയ്ഡ് വേണം, നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഞാൻ 2 കളിച്ചിങ്ങ് പോകുന്നു. അവൻ്റെ കൂടെ വന്നോണ്ടോ അറിയില്ല, ഫുള്ള് പൊട്ടത്തരങ്ങളാ ചെയ്യുന്നത് ഞങ്ങൾ. ട്രോളി ഇട്ട് ഉരുട്ടി കളിക്കാം. അപ്പം നമുക്ക് ആദ്യം ഷാമ്പൂ അല്ല കണ്ടീഷണർ എടുക്കണം. ബാ ഇവിടെ കണ്ടീഷണർ എടുക്കണം. എൻ്റെ കണ്ടീഷണർ എവിടെ? ഗൈസ്, പാൻറ്റീൻ്റെ കണ്ടീഷണറാണ് വേണ്ടിയത്. പാൻറ്റീൻ്റെ ഷാമ്പു ആണല്ലോ ഉള്ളത്, കണ്ടീഷണർ ഇല്ലല്ലോ. ഇത് ഹെയർ ഫോളിൻ്റെ കണ്ടീഷണർ. അതല്ല, പച്ചയാണ് വേണ്ടത്. പച്ച ഉണ്ടോ നോക്ക്. ഇതിൻ്റെ പച്ച കളർ ഇതേപോലത്തെ ഒരു പച്ച കളർ. ഇതെടുക്കാൻ നമ്മൾ തീരുമാനിച്ചു ഫൈനലി. ഇത് ഇതിലേക്ക് ഇട്ട് ഓക്കെ. ഇനി അത് കുഴപ്പമില്ല അവനെ ഞാൻ കൊല്ലും. ഇനി അടുത്തത് എടുക്കാനുള്ളത് അടുക്കടുക്ക്. ഇനി അടുത്തത് എടുക്കേണ്ട ഏതാ നോക്കട്ടെ. വേറെന്താ തീർന്നേ? കണ്ടീഷണർ ഈ നെസ്റ്റോ വെറുതെയാ.
ഇതിപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം എത്രാമത്തെ എക്സ്പീരിയൻസ്. വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. വാസലിൻ സാധനമില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല, കൊള്ളൂല ഗൈസ്. ചായപ്പൊടീൻ്റെ ബ്രാൻഡ് ഇതിൻ്റെ 2 ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡ് ഇവിടെ ഇല്ല. വലിയ നെസ്റ്റോ എന്ന് പറയും, പക്ഷെ ഒരു സാധനമില്ല. ലെമനെ ഇതൊക്കെ നോർമൽ ബ്രാൻഡ്. എനിക്ക് വേണ്ട ബ്രാൻഡിൻ്റെ ചായപ്പൊടി ഇല്ല. അതെ, ലക്ഷറി ബ്രാൻഡ്, ലക്ഷറി ബ്രാൻഡിൻ്റെ ചായപ്പൊടി ഇല്ല. അല്ല, നെസ്റ്റോ ആകുമ്പം ഒബ്വിയസ്ലി വേണം. ബ്രൗൺ ഷുഗർ ഉണ്ടോ അവിടെ? ഇനി ബ്രൗൺ ഷുഗറിലാണ്. ബ്രൗൺ ഷുഗർ തീർന്നാടാ വീട്ടിൽ. മറ്റേ ഷുഗർ സമ്മതിക്കൂല. എൻ്റെ ദൈവമേ, ഇവിടെ തേങ്ങയില്ല കേട്ടോ. സീരിയസ്ലി പറയാം ഗൈസ്. നെസ്റ്റോ എന്ന് പറഞ്ഞ പേര് തുറന്നു വെക്കും. ഗോകുലം മാളിലുള്ള നെസ്റ്റോയിൽ ഒരു സാധനമല്ല, നമുക്ക് വേണ്ട ഒരു സാധനങ്ങളില്ല. വാസലിൻ്റെ ഗ്ലൂട്ടാഹൈൻ്റെ ഒരു സാധനം ചോദിച്ചു, അതില്ല. പാൻറ്റീൻ്റെ കണ്ടീഷണർ ചോദിച്ചു, അതില്ല. എന്താ ഇവിടെ ഉള്ളത്? ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. നല്ല ബ്രാൻഡിൻ്റെ ചായപ്പൊടി വരെ ഇല്ല. ഒന്നും പറയാനില്ല. ഇനി എന്താ എടുക്കാനുള്ളത്? വേണ്ട, ഒന്നും ഇവിടെ ഇല്ല. ബെറ്റർ നമുക്ക് വേറെ ഏതെങ്കിലും നല്ല സൂപ്പർ മാർക്കറ്റിൽ, നോർമൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതല്ല. അവിടെ എന്തെങ്കിലും വൃത്തിക്ക് സാധനങ്ങൾ കിട്ടും. ഞാൻ മറ്റേ നടക്കാതെ വന്ന് ഡെയിലി ഡേമാർട്ടില്ലേ, അവിടെ നിന്നായിരുന്നു സാധനം കിട്ടും. അവിടെയൊക്കെ എല്ലാം ഉണ്ട്. ഇവിടെ നെസ്റ്റോ എന്നുള്ള പേരേ ഉള്ളൂ, ഒരു സാധനം ഇല്ല ഗൈസ്. പാലെടുക്കണം. എന്ത് ചെയ്യാനാ ഗൈസ്, വെരി ബാഡ് എക്സ്പീരിയൻസ് ഫ്രം നെസ്റ്റോ. അപ്പം ഗൈസ്, പാലെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കേനി. സമാധാനം, പാലുണ്ട്. ടോണ്ട് വേണം. ഏതോ നല്ല ഞാൻ കുടിക്കല്ലേ ഗൈസ്. നമുക്ക് ഒരു പാക്കറ്റ് കൗ മിൽക്കും ഒരു പാക്കറ്റ് ഏതാ നല്ലത്? ഇതെടുത്ത് നോക്കണം. ഒന്നും ഇതും എടുക്കാം, പക്ഷെ ഇതിനെക്കാട്ടും നല്ലത് കൗ മിൽക്കാണ്. സീരിയസ്, കൗ മിൽക്ക് തന്നെ കൗ മിൽക്ക് തന്നെ എടുക്കാം. അല്ല ഇതെടുക്കാം. നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് പാല് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം. കുറച്ച് മീനിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. ഇവിടെ ഒന്നുമില്ല കൈ, സത്യം പറഞ്ഞിട്ട് വേണ്ട, ഒന്നും കിട്ടിയിട്ടില്ല. ഏത് എവിടെ ഏതാ ഇതൊക്കെ? ഇറ്റ് ലുക്സ് വൃത്തിയേട്ടം വേണം. ഇതൊക്കെ ഞണ്ട്, കൊഞ്ച്. ഓ, വലിയ കൊഞ്ച്. ഓക്കെ, നമുക്കിനി ചിക്കൻ്റെ വിഭാഗത്തിലേക്ക് നടക്കാം. ചിക്കൻ വാങ്ങിയാലോ? ചിക്കൻ ഇവിടുന്ന് വാങ്ങുന്നതിൽ നല്ല ഇംഗ്ലീഷ് പള്ളിയിൽ നിന്ന് വാങ്ങുന്നതാ. ഫ്രഷ്ലി കട്ട് ചിക്കൻ. ചിക്കൻ ലിവർ ഉണ്ട് അവിടെ. ഓ, അത് നല്ല ടേസ്റ്റാണ്. വരട്ടിയിട്ട് അങ്ങോട്ട് അല്ലേ. ഇതൊക്കെ പിക്കിൾ. എവിടെ? ഉപ്പിലിട്ടത്. Too much disappointment from Gokulam Mall Nesto. ഇവിടെ ഒരു സാധനമല്ല, വേണ്ട സാധനം. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഐ മീൻ, നമുക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട. നെസ്റ്റോ എന്ന് പറയുന്ന കുറച്ചൊരു വലിയ ഇതാണ്, ഗ്രോസറി എല്ലാം കൂടി. പക്ഷെ നമുക്ക് വേണ്ട ബ്രാൻഡില്ല ചായപ്പൊടിൻ്റെ. ഒരു സീനാണ്. ഇത് പാകെ കിട്ടിയത് എത്ര? പാലും കണ്ടീഷണറും പിന്നെ ഇതും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഡേമാർട്ടിൽ കയറണം നടക്കാതെ. ടാസ്ക്കാണ്, ഒന്നും പറയാനില്ല. എടാ ഇങ്ങോട്ട് പോലെ ബില്ലിങ്ങിൻ്റെ അവിടെ നിന്ന് ചില ആൾക്കാർ ഭയങ്കര ഉറക്കല്.
അവിടെ ഒരു നല്ല കൊച്ച് കാണാൻ കുറച്ച് ഭയങ്കര കൊച്ച്. അത് ഓന് അവിടെ എഴുതി വെച്ചിട്ട് ചക്ക വേണമെന്നിട്ട് 10 ഐറ്റംസിന്റെ താഴെയുള്ളവർക്ക് ഇവിടുന്ന് ബില്ല് ചെയ്യാം. അയ്യോളം മൊത്തം നോക്കില്ല. എന്നിട്ട് ഇവർ അവിടുന്ന് ആക്സിഡന്റ്, അവിടുന്ന് ഇങ്ങോട്ട് ആക്സിഡന്റ്. ഓള് വന്നാൽ മുതൽ ഇവരെ നോക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എല്ലാരും ഇവനെ നോക്കാൻ നോക്കാതെ ഇവനെന്താല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല സീന്. ആ കൊച്ച് ഇങ്ങോട്ട് നോക്കുന്നു, ഇവൻ അങ്ങോട്ട് നോക്കുന്നു. ഓ എന്നിട്ട് ആക്ഷൻ കാണിക്കുക അവിടുന്ന് 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കാണെങ്കിലേ ചിരി എടുക്കാൻ കഴിയുന്നില്ല. ശ്രദ്ധിച്ചായിരുന്നോ? ആ ഇങ്ങനെയൊക്കെ ഞാൻ നോക്കുമ്പോ ഇവരെന്താണ് എന്തൊക്കെയോ കാണിക്കുക. ഞാനവിടെ ഞാനാരാ പൊട്ടനോ? ഞാൻ എടുത്ത് ആ വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ കഴിയും. ഇവരങ്ങോട്ടും ഇങ്ങോട്ട് ആക്ഷൻ സോങ് അടിക്കുക. ഞാനവിടെ നിന്നിട്ട് കൊച്ചിനാണെങ്കിൽ നടക്കാൻ പറ്റാത്ത ചിരി ഇവരെ കണ്ടപ്പോ. ഇവനെ ഞാൻ അവിടെ പണിക്ക് കയറണമെന്ന്. ആ കൊച്ച് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഓ അല്ലെങ്കിൽ ഇല്ല മറ്റു സാധനത്തിന് മേലല്ലേ കിട്ടിച്ച നമ്മള്. എന്താ ഇതൊക്കെ എന്നെ കൊണ്ടേ നടക്കും അങ്ങനെ. ഐശ അങ്ങനെ പറയാൻ വേണ്ട, അതിലും വലിയ മെച്ചപ്പെട്ടെ. നല്ല സ്മെല്ലില്ല ഇവിടെ. അല്ലല്ല ഇവിടുത്തെ ഒന്നും പറയാനില്ല. അതെ അതെ ഭയങ്കര. അതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓ ക്ലിപ്പൊന്നും എൻ്റെ പിന്നെ വണ്ടി എവിടെയാ? വണ്ടി അവിടെ അതാ അവിടെയാണ് വണ്ടി. ഇവിടെ ഓരോരുത്തർ കാറിൻ്റെ ഉള്ളെന്നൊക്കെ ഞാൻ ക്യാമറയും പിടിച്ച് നടക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചുറ്റുന്നു കാറിൻ്റെ ഉള്ളിൽ. ഇനി വണ്ടി കയറി കാണാം. ഇവനൊരു കൊച്ചു നോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഷോ മൊത്തം ഞാൻ കാണണം. കയ്യും കഴിഞ്ഞിട്ട് ആക്ഷൻ സോങ് കളിച്ചില്ലല്ലോ. ഇവിടെ ചിരിക്കുന്നു, അവിടെ ചിരിക്കുന്നു, ഇവിടെ ആക്ഷൻ കാണിക്കുന്നു, അവിടെ ആക്ഷൻ കാണിക്കുന്നു. എന്റെ ദൈവമേ ഒന്നും പറയണ്ട. ആ കൊച്ചി വ്ളോഗ് കാണുകയാണെങ്കിൽ അമൻ സിച്ചു എന്നാണ് എന്റെ പേര്. ഇവനെ ബന്ധപ്പെടാ ഇൻസ്റ്റഗ്രാമിലോ വേണേ നമ്പർ ഞാൻ അയച്ചരാ. സന്തോഷം വ്ളോഗ് ഞാൻ ഇടും. ഓൻ്റെ ഉള്ളിൻ്റെ സന്തോഷമാണ്. ഇത് എന്നോട് ചോദിക്കാൻ നമ്പർ കൊടുത്തില്ലോ ബില്ലടിക്കുമ്പോ നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. പറയാം ഇല്ലടാ ഇതെന്താണ് ഞാൻ ഇടും. 10 ആൾക്കാർ കാണേണ്ടത്. അപ്പം നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചാലോ ചോദിച്ചപ്പോൾ ഇപ്പം പറഞ്ഞു വേണ്ട വിശക്കില്ല, നമ്മൾ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. നമ്മൾ ഞാൻ ചിക്കു പറഞ്ഞ് എന്താ നീ എന്താ പറഞ്ഞ ഓറിയോ? അത് ഋതുവിൻ്റെ ബാക്കിയോ. ഋതു എപ്പോഴും വന്നാലും ഓറിയോ പറയാം. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല ഓറിയോ. ഇങ്ങനെ അവരെ ഷേക്ക് കൊടുക്കണേ. അങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും ചൂട്. അവിടെ AC ഉണ്ട്, ബാക്കിൽ കണ്ട AC ഉണ്ട്, പക്ഷേ ചൂടെടുത്തിട്ട് വയ്യ. അപ്പം ഗൈസ് നമ്മൾ ജ്യൂസ് കുടിച്ച് കാണിക്കാൻ വിട്ടുപോയി. കാരണം എനിക്ക് 2-3 കോള് വന്നിട്ട് കുറച്ച് തിരക്കിലായി പോയി. യാ അപ്പം അങ്ങനെ ഗൈസ് ഇവന് വന്ന് കൂടുന്നുണ്ട്. വലുതാവുന്നതനുസരിച്ച് ഇവനിങ്ങനെ കൂടി വരിക. അപ്പം ഗൈസ് നാട്ടിലെ ചൂട് സഹിക്കാനാവുന്നില്ല, ഒരു രീതിയിൽ സഹിക്കാനാവുന്നില്ല. മഴയൊട്ട് പെയ്യുന്നുമില്ല. ഓ എന്തൊരു കഷ്ടം അത്. പെയ്താ മതി. ഇനി SM സ്ട്രീറ്റിലേ ഉള്ളൂടാ, പാളയ SM സ്ട്രീറ്റിലേ ഉള്ളൂ ബാഗ് നന്നാക്കുന്ന ഉണ്ടോ ചോദിച്ചോക്കാം. ഗൈസ് ഇവന് ബാഗിൻ്റെ എന്തോ നന്നാക്കാണ്ടായിട്ട്
നമ്മൾ ആദ്യം അതിന് പോയി. കുറേ ചുറ്റി പാളയം എസ്എൻ സ്ട്രീറ്റൊക്കെ കുറേ ചുറ്റി, വണ്ടി വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ കുറേ ചുറ്റി നടന്ന് ബ്ലോക്കിൽ നിന്ന് അവസാനം നമ്മൾ തീരുമാനിച്ചത് വേണ്ട. കാരണം കാറായിട്ട് അതിൻ്റെ ഉള്ളിൽ പോലും നടക്കുന്നൊരു കാര്യമില്ല. ബൈക്ക് ഇസ് ബെറ്റർ. ഇവിടെ ഞാൻ തിരിച്ചെന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 2 ചെക്കന്മാർ ഈ കൊച്ചെന്താ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക വിചാരിച്ചിട്ട് നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തൊക്കെയോ പണിയുണ്ട്, ഓരോ പണി. അപ്പം ഗൈസ് അങ്ങനെ കാണും കാര്യങ്ങൾ. ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ബ്ലാ 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 ബോറടിക്കുന്നുണ്ട്, ബോറടിക്കുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവ പറയുന്നുണ്ട് ബ്ലാ 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 ബോറടിക്കുന്നു, പിന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലേ ഗൈസ്, ഗേറ്റ് അടച്ച് മോനെ, ഗേറ്റ് അടച്ച്. നമുക്ക് എന്തായാലും കിട്ടൂല. ഗേറ്റ് ആണെങ്കിൽ ഇങ്ങനെ കളിക്കും. സീസോ അയ്യോ, അയാള് കുടുങ്ങില്ല. അപ്പോ ആ ബൈക്ക് തുറന്നു കൊടുക്കേ പഠിച്ചോനെ. ഇത് ഓട്ടോമാറ്റിക് ഭയങ്കര പ്രശ്നാട്ടോ. മറ്റേതാകുമ്പം ബുദ്ധിമുട്ടില്ല. ഓട്ടോമാറ്റിക് ഗേറ്റ് അടവാണെങ്കിൽ പ്രശ്നമാണ്, ഫൈൻ അടിച്ച് മരിക്കണം. എന്നാലും ബുദ്ധിമുട്ടാണ്. കുടുങ്ങില്ലേ? അയ്യോ ആ ചേട്ടൻ ബുദ്ധിമുട്ടാണ്. ഗൈസ് അമ്മനെ എൻ്റെ കല്യാണം നമുക്ക് ഇവിടുന്ന് എടുത്താലും. നമ്മളെ കോർണേഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇത് തുടങ്ങിയിരിക്കണം, മെൻസിൻ്റെ വെഡിങ് വെയർ, കോട്ടും സൂട്ടൊക്കെ ആയിട്ട് അവിടെ നടക്കാം. എൻ്റെ കല്യാണത്തിന് മുന്നേ മിക്കവാറും അമ്മൻ്റെ കല്യാണത്തിനെക്കാട്ടും പ്രായം കുറവാണെങ്കിലും അതിൻ്റെ ഒരു കളി 10 വയസ്സ് മൂപ്പിൻ്റെ കളിയാണ്. ഇതേപോലെ അയാൾ തുണിയും കൊണ്ട് പോകുന്നു. ആൾക്കാർക്ക് ഒരു കഥ. ഗൈസ്, എന്റെ വ്ളോഗിനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായില്ലേ? ഉണ്ടായില്ലേ? ആ ഉണ്ടായി. ഡയലോഗ് അടിക്കാം. ഇവിടെ നമുക്ക് നൈലെടുത്തൂടെ? കാറ് മാറ്റണം അല്ലേ? ചൂടെടുക്കുന്നു ഗൈസ്, രക്ഷയില്ല. കാറിൽ AC കേടായിട്ട് രക്ഷയില്ല. ഫൈനലി അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ഡേമാർട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ചായപ്പൊടി കിട്ടി. ഇതോ അല്ലെങ്കിൽ വേറൊരു ചായപ്പൊടി ഉണ്ട്, ടാറ്റയോ ഇതൊന്ന് ഗോൾഡോ എന്താ പ്രീമിയം, അത് നല്ലതാണ്. അതില്ല. പക്ഷെ താജ്മഹൽ ഓൾസോ ഗുഡ്. ഞാൻ താജ്മഹൽ എടുത്തു. നമ്മളൊക്കെ ചായൻ്റെ ഒരു മെയിൻ ആളാണ്. ചായ ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂല. എനിക്ക് അമ്മനൊക്കെ അങ്ങനെയാണ്, നമ്മളൊക്കെ ആ വിഭാഗത്തിൽ പെട്ടതാണ്. അപ്പം ചായപ്പൊടി നന്നായിട്ടില്ലെങ്കിൽ ചായ കുടിക്കാൻ കൊള്ളത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ ചായപ്പൊടി ചൂസ് ചെയ്യുമ്പം വൈസായി ചൂസ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു കഥ. പക്ഷെ ഇവിടെ നമുക്ക് വാസ്ലിൻ ഗ്ലൂട്ടഹൈ ഇപ്പം ഇറങ്ങുന്നില്ല. എന്താ എനിക്കറിയില്ല, വരുന്നില്ലായിരിക്കും, കിട്ടണില്ല. ലൈക്ക് വാസ്ലിൻ്റെ ചായപ്പൊടി മണ്ടത്തിനെ വിളിച്ചറിയാം. ആക്ച്വലി വാസ്ലിൻ്റെ ഗ്ലൂട്ടഹൈ ഇനി ഓൺലൈനിൽ ഓർഡർ ചെയ്യണം. എന്തൊരു കഷ്ടമാണ് നോക്കണേ. പഠിയാ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഹായ് ഗായ്സ്, അങ്ങനെ പുറത്തുനിന്നൊക്കെ നമ്മൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീട്ടിലെത്തിയത് ഒരു 5:30 സംതിങ്. എന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു ഞങ്ങൾ. അതിൻ്റെ ശേഷം ഞാൻ വേഗം പോയി ഫ്രഷായി. ഓൾറെഡി രാവിലെ കുളിച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് പിന്നെ വന്നിട്ട് ഒന്നുകൂടി ഫ്രഷ് ആയത്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്കൊരു റിസപ്ഷൻ ഉണ്ട്, സോ അതിന് പോകണം. അപ്പം നല്ലൊരു ഫ്രഷ് ആവൽ കഴിഞ്ഞു. എന്തൊരു സുഖമാണ് ആ ചൂടത്തുനിന്ന് വന്നിട്ടൊന്ന് ഫ്രഷ് ആയപ്പോൾ, ഭയങ്കര സുഖം ഗൈസ്. അപ്പം അങ്ങനെ ഇനി നമുക്കൊന്ന് ബോഡി പ്രപ്പ് ചെയ്യാം. ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്
വാസ്ലിൻ്റെ ഇതായിരുന്നു യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിരുന്നു. ലൈക്ക് ബോഡി നല്ല സ്മെൽ ചെയ്യും. ആൻഡ് ഓൾസോ ലൈക്ക് എനിക്കതിൻ്റെ സ്മെല്ല് കുറച്ചുകൂടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ പോയപ്പം നെസ്റ്റോന്ന് കിട്ടിയില്ല, വേറെ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. അത് ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. പക്ഷേ ഇന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ബോഡി ലോഷൻ ഇടുന്നത് മസ്റ്റാണ്. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇന്നില്ല. അപ്പം ഞാനിങ്ങനെ അമ്മ കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മേനോട് ഇങ്ങനെ ചോദിച്ചു, അമ്മ എനിക്കെൻ്റെ ബോഡി ലോഷൻ കിട്ടിയിട്ടില്ല, ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല, സോ നിങ്ങളിതൊന്ന് യൂസ് ചെയ്യാൻ തരും. ഷി വാസ് ലൈക്ക് പറ്റൂല, ഒരു അടി, വലിയ അടിയല്ല എന്നാലും ഒരു ചെറിയ അടി കഴിഞ്ഞു. ലൈക്ക് പറ്റൂല പറ്റൂല പറ്റൂല, ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ച സാധനം എനിക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര അമ്മ അങ്ങ് തരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ പ്ലീസ് അമ്മ പ്ലീസ് ഇന്ന് മാത്രം ഒന്ന് താന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു മേടിച്ചത്. ഇത് അമ്മ യൂസ് ചെയ്യുന്നതാണ്, നിവ്യേൻ്റെ ബോഡി ലോഷൻ കൊക്കോ ബട്ടർ. ഇതും ഷോപ്പിൽ അവൈലബിൾ അല്ല, ഇതും ഓൺലൈനിൽ അമ്മ ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ്. ഋതു ഐ തിങ്ക് ഇതന്നെ യൂസ് ചെയ്യല്. യാ, പക്ഷെ ഞാൻ ഇതല്ല യൂസ് ചെയ്യും, ഞാൻ മറ്റേൻ്റെ ഫാനാണ്. അപ്പം ഇന്നിപ്പോൾ അതില്ലാത്തത് കൊണ്ട് അമ്മേൻ്റെ അടുത്ത് കടം വാങ്ങി എടുക്കുകയാണ്. കാരണം ബോഡി കുളിച്ച് കഴിഞ്ഞിട്ട് ബോഡി ലോഷൻ ഇസ് എ മസ്റ്റിങ് എനിക്ക്. സോ യാ, അപ്പം അങ്ങനെ നമുക്ക് ഒന്ന് കയ്യിലൊക്കെ ദിസ് ഇസ് ഓൾസോ സ്മെൽസ് ഗുഡ്, നല്ല രസമാണ്, നല്ല മണമാണ്. ആൻഡ് ഓൾസോ ഭയങ്കരമായിട്ട് മോയ്സ്ചർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ലൈക്ക് എന്താ പറയുക, നല്ലതാണ്, നല്ല സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ട്. പക്ഷെ മറ്റേതും നല്ല. ഞാൻ പിന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങിപ്പോയി ഓൾറെഡി. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ മാറ്റാനൊന്നുമില്ല. യാ, ബോഡി ലോഷൻ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബോഡി സ്മെൽ സോ ഗുഡ് ആൻഡ് ഓൾസോ ഭയങ്കര സോഫ്റ്റ്നെസ്സാണ്. കൈ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റായി ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ഓ എന്തൊരു ചൂടാണ് അവിടെ. നിങ്ങൾക്കൊക്കെ എത്ര ചൂടുണ്ടോ? ഭയങ്കര ചൂടാണ് ഇവിടെ നാട്ടിൽ. പ്രത്യേകിച്ച് ആ മൈസൂരിൽ നിന്നിട്ട് ആ ക്ലൈമറ്റ് അങ്ങ് അഡാപ്റ്റായി. അപ്പോൾ ഇച്ചിരി ചൂട് എന്തെങ്കിലും സഹിക്കാനാവാതെ ആവും. അല്ല, ഇപ്പോൾ ഓൾറെഡി ആർക്കും സഹിക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം. അങ്ങനെ ബോഡി ലോഷനൊക്കെ തേച്ചു. ഇനിയിപ്പോൾ നമുക്ക് ലിപ് ബാം ഇടാം. ഇതാണ് കുളിച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു മെയിൻ റുട്ടീൻ ഇതാണ്. ഇടാൻ പോകുന്നത് ഒരു കൈൻഡ് ഓഫ് ബ്ലൂ കളർ, ലൈക്ക് എന്താ പറയുക, കുറച്ച് നേവി ബ്ലൂ ആണോ എനിക്കറിയില്ല, ഭയങ്കര ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ളൊരു കളറാണ്. ഇറ്റ്സ് ഒരു പാർട്ടി വെയർ ആണ്, ബട്ട് ലൈക്ക് ഒരു പലാസോ, അതിന് മേലെ ഒരു ഷോർട്ട് ടോപ്പ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷോളൊക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മാറ്റുമ്പം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാ. ഇറ്റ്സ് എ പലാസോ പാൻറ് ആൻഡ് ദിസ് ഇസ് ഒരു ടോപ്പ്. അങ്ങനെ ഞാൻ ഇപ്പോൾ പറയുക, ഇതാണ് ടോപ്പ്. ഇതിൻ്റെ താഴെ ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ്. ഇത് ആക്ച്വലി എൻ്റെ ലൈക്ക് മേടിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളൂ, ഒരു കസിൻ്റെ ഒരു കല്യാണത്തിന്. പിന്നെ അതിന് ശേഷം ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഞാൻ ഐ തോട്ട് ഓഫ് ഇത് ഇടാം എന്ന് വിചാരിച്ചു. സോയാ, അപ്പം ഇനി ഇത് ഇട്ടിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, ഡ്രസ്സ് ഇട്ടു, ചൂടെടുക്കാൻ തുടങ്ങി. ലൈക്ക് ഇതാണ് ഈ പാർട്ടി വേസിൻ്റെ കുഴപ്പം. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ചൂടെടുക്കലാണ്. യാ, ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഒരു പ്രത്യേകതര പീക്കോക്ക് ബ്ലൂ ആണെന്ന് തോന്നുന്നു. യാ, അപ്പം നമുക്കിനി മേക്കപ്പ് ഇടാം. 7 മണിയാവാനായി. ആൻഡ് ഈ ലൈറ്റ് ആണെങ്കിൽ ഭയങ്കര ചൂടെടുക്കും, ബട്ട് സ്റ്റിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇനി മേക്കപ്പ് ഇട്ടിട്ട് വരാം. ഗൈസ്, ഞാൻ മാറ്റി ഒരുങ്ങി ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതാ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ്. ഇതിനൊരു ഷോളും കൂടി ഉണ്ട്, അതും കൂടി എടുത്തിടണം. സോ യാ, ദാറ്റ്സ് ദാറ്റ്. നമുക്ക് അവിടെ പോവാം. അച്ഛനവിടെ വെയിറ്റ് ചെയ്യുന്നു, ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്. സോ യാ.
വരുന്നുണ്ട് സെപ്റ്റംബറിൽ ഉണ്ണീസിൻ്റെ അല്ലേ ഗൈസ്. ഇനി പുണ്യ എന്ന് പറഞ്ഞൊരു കസിനുണ്ട്, ഓൾ അനിയൻ്റെ കല്യാണം ഏട്ടനല്ലേനോ കല്യാണം വരാം. അന്ന് എല്ലാവരെയും പറ്റി അന്ന് കുറേ വ്ളോഗ് എടുക്കണം ഗൈസ്. നമ്മളിത് അവിടെ ഇരിക്കുകയാണ് കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ഡ്രസ്സ് ഫ്രം മിന്ത്ര. അതെനിക്ക് തോന്നി ഇവിടെ ഇവിടെ ഇങ്ങനത്തെ ഉണ്ടാവില്ല. ഗൈസ് ഇവിടെ ട്രഡീഷനാണ് വൈബ്. ചെക്കരി പെണ്ണിനെ പക്ഷേ ഞാൻ എന്നെ ചതിച്ചു എൻ്റെ ഏട്ടന്. മോഡേൺ ആയിട്ടാണ് വന്നത്. ഹായ് ഗായ്സ്, ഇന്നലെ കല്യാണത്തിനൊക്കെ വന്നു കഴിഞ്ഞ് ഫ്രഷായി, പിന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് ബാക്കി വ്ളോഗിൻ്റെ എൻഡ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുക്കും, പക്ഷെ എൻ്റെ എടുക്കാൻ ഞാൻ വിടും. അപ്പം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ. രാവിലെ അല്ല, ഇത് 11:15 ആയി. അതെങ്ങനെ രാവിലെ ആവുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഇതിപ്പോൾ എൻ്റെ രാവിലെയാണ്. ഞാൻ എഴുന്നേറ്റ് ആൻഡ് പലൊക്കെ ചെയ്യിച്ച് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് എൻഡ് ചെയ്യാം. ഞാൻ ഇന്നലെ എൻഡ് ചെയ്യാൻ വിട്ടതല്ലേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇറ്റ്സ് എ വെരി നോർമൽ വ്ളോഗ്, ഐ നോ. പക്ഷെ ഞാനൊന്നും ഇടുന്നില്ലല്ലോ യൂട്യൂബിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇങ്ങനെ സാധനം മേടിക്കാൻ പോകുമ്പം ഇടാം, പിന്നെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ഇടാം, അങ്ങനെ. പിന്നെ ഒരു കാര്യം, ലൈക്ക് ഞാൻ ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ഇടുന്നത് കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ലൈക്ക് ഞാൻ മേക്കപ്പ് ഗെറ്റ് റെഡി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതാ. എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, പിന്നെ യൂട്യൂബിലും ഞാൻ 1-2 വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതേ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിലൊരു മാറ്റമില്ല. ഞാൻ പുതിയ പ്രൊഡക്ട്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പുതിയ പ്രൊഡക്ട്സ് ആയിട്ട് മേടിച്ചിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക കണ്ടിന്യൂറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ലൈക്ക് എന്താ പറയുക, സെയിം സാധനമല്ലേ, നിങ്ങൾ കണ്ട സാധനമാണ്. അപ്പം ഞാനിങ്ങനെ വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. സോ അപ്പം അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. നല്ലതായിരുന്നു ഇന്നലത്തെ ഫങ്ഷൻ, ലൈക്ക് നല്ലതായിരുന്നു. കസിൻസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ് ഫുഡ്, നല്ല ഫുഡായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ പിന്നെ മഴ ഇല്ലായിരുന്നു. ലൈക്ക് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ മഴയൊന്ന് നിന്ന്, പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ വീണ്ടും വന്നത്. ഇറ്റ് വാസ് നൈസ് എവറിത്തിങ്, ലൈക്ക് എല്ലാം കൊണ്ടും. പിന്നെന്താ, വേറെന്താ വിശേഷം? ഇനി ഞാനിങ്ങനെ വ്ളോഗ്സ് എടുക്കാൻ നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ആയിട്ടുള്ള വ്ളോഗ്സ് എടുക്കാം. ഇതിപ്പം ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഫുൾ വീട്ടിലാണല്ലോ, ലൈക്ക് ഐ ഹാവ് നത്തിങ് ടു ഡു, ലൈക്ക് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഡെയിലി വ്ളോഗ് എടുക്കുക, അല്ലെങ്കിൽ ചുമ്മാ ഞാനിങ്ങനെ ബ്ലാ ആയി വർത്താനം പറയുന്നതിൽ ഒരു കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ? കണ്ടന്റ് വൈസ് ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുക. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അല്ലാതെ വേറെ മടിയുണ്ട്. കണ്ടൻ്റായിട്ട് എന്തെങ്കിലും വരുമ്പോൾ ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കും. നോക്കാം ഇനി എന്തൊക്കെയാണെന്ന്. ഇനി 1-2 വ്ളോഗ് വരും എന്തായാലും. 2-3 കണ്ടൻറ്റ് വരുന്നുണ്ട്. ഇത് നോക്കും, എൻ്റെ മുഖത്തെ കുരു ഉണ്ടോ നിങ്ങൾ? ഇവിടെ ഒന്നും പറയണ്ട. അത് ഇടയ്ക്കിപ്പം ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ കുരു വന്നിട്ട് പോകും. പ്രത്യേകിച്ച് ഫങ്ഷനോ ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കുരു എവിടുന്നാന്ന് അറിയില്ല, പൊട്ടി മുളയ്ക്കും. അങ്ങനെയാ. അപ്പം ദാറ്റ്. ഇന്ന് എന്താ അവിടെ ചായക്ക് നോക്കിയിട്ട് സം കൈൻഡ് ഓഫ് പത്തിരി ഓർ സം അപ്പം എന്തോ ആണ്. പത്തിരിയല്ല, എന്തോ ഒരു അപ്പം എന്തൊക്കെയോ കറി. അപ്പം ഞാൻ ഇതൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പുതിയതായിട്ടുള്ള നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഹൗസ് ഓൾ ഗോയിങ്? അപ്പം എന്തായാലും വ്ളോഗൊക്കെ എടുക്കും. ഇപ്പം ഇങ്ങനെ ഇതാവുന്നുള്ളൂ, കണ്ടന്റ് കിട്ടുമ്പോൾ വ്ളോഗ് എടുക്കാം. ഓക്കെ, അപ്പം ദാറ്റ്സ് ദാറ്റ്. ആൻഡ് അണ്ടിൽ മൈ നെക്സ്റ്റ് വ്ളോഗ്, സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ, ബൈ ബൈ.